വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 10-ാം തിരുവചനം. നീതിക്ക് വേണ്ടി പീഡനമേൽക്കുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. യേശുവാണ് നീതി. ഈശോയ്ക്ക് വേണ്ടിയും സുവിശേഷ മൂല്യങ്ങൾക്ക് വേണ്ടിയും പീഡനമേൽക്കുന്നതാണ് നീതിക്ക് വേണ്ടിയുള്ള പീഡനം. സ്വർഗരാജ്യം കിട്ടാൻ വേണ്ടിയല്ല അവർ നീതിക്ക് വേണ്ടി പീഡനമേൽക്കുന്നത്. സ്വർഗരാജ്യം അവരുടെ ഉള്ളിൽ വന്നതുകൊണ്ടാണ് അവർ പീഡനമേൽക്കുന്നത്. പീഡിപ്പിക്കപ്പെടുമ്പോഴാണ് ഈശോയോട് നമുക്കുള്ള യഥാർത്ഥ സ്നേഹം തെളിയിക്കപ്പെടുന്നത്. ഈശോ അനുഭവവും സ്വർഗരാജ്യ അനുഭവമുള്ളവരെ ഒരു പീഡനത്തിനും തകർക്കാനാവില്ല. ഈശോയ്ക്ക് വേണ്ടിയും സുവിശേഷ മൂല്യങ്ങൾക്ക് വേണ്ടിയും വിശ്വസ്തയോടെ ജീവിക്കുന്നവർക്ക് അഭിമുഖീകരിക്കേണ്ട അവസ്ഥയാണ് ഈ പീഡനം. ഈശോ ലോകരക്ഷകനാണ്, ഏകരക്ഷകനാണ് എന്ന് വിശ്വാസപൂർവ്വം പ്രഘോഷിക്കുന്നവർക്കാണ് പീഡനവും രക്തസാക്ഷിത്വവും ഉണ്ടാവുക. അത് ശാരീരിക പീഡനമാകാം, മാനസിക പീഡനമാകാം, നാടുകടത്തലാകാം, ജയിൽവാസമാകാം. വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നു, ഞാൻ ഈശോയുടെ തടവുകാരനാണ്, ഈശോയെ പ്രതി തടവുകാരനാണ്. ഈശോയെ പ്രതി സുവിശേഷ മൂല്യങ്ങൾക്കായി വിശുദ്ധ പൗലോസ്ലീഹ പീഡനമേറ്റ് രക്തസാക്ഷിത്വം വഹിച്ചു. തന്നെക്കുറിച്ചുള്ള ദൈവേഷ്ടം മനസ്സിലാക്കി ദൈവവചനം അനുസരിച്ച് ജീവിക്കുന്നതാണ് നീതി എന്ന് പറയുക. ദൈവേഷ്ടം മനസ്സിലാക്കി ഈശോയ്ക്ക് വേണ്ടി സുവിശേഷ മൂല്യങ്ങൾക്ക് വേണ്ടി പ്രേക്ഷിത പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർക്കും ശത്രുക്കളുണ്ടാകും. അവരിൽ നിന്ന് പീഡനമേൽക്കേണ്ടി വരും. സുവിശേഷ സത്യങ്ങൾക്ക് വേണ്ടി ജീവിക്കുകയും അത് പ്രഘോഷിക്കുകയും ചെയ്യുമ്പോൾ സുവിശേഷ വിരോധികൾ നമ്മെ പീഡിപ്പിക്കും. സ്വർഗരാജ്യത്തിൻ്റെ നീതിയും സ്നേഹവും ശക്തിയും അധികാരവും മൂല്യങ്ങളും മനുഷ്യഹൃദയങ്ങളിൽ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നവരെ ലോകരാജ്യം പീഡിപ്പിച്ചേക്കാം. എന്നാൽ സ്വർഗരാജ്യത്തിൻ്റെ മക്കൾ അവരെ ഭയപ്പെടേണ്ടതില്ല. ഈശോയെ ഉപേക്ഷിക്കുന്നു എന്ന ഒറ്റ വാക്കിനാൽ എല്ലാ പീഡനങ്ങളിൽ നിന്നും രക്തസാക്ഷിത്വത്തിൽ നിന്നും വിശുദ്ധർക്ക് രക്ഷപ്പെടാമായിരുന്നു. അവർ ഈശോയെ ഉപേക്ഷിച്ചില്ല. പകരം ഈശോയെ പ്രതി സുവിശേഷത്തിൻ്റെ നീതിക്ക് വേണ്ടി പീഡനത്തിനിരയായി തങ്ങളെ തന്നെ സ്വതന്ത്ര മനസ്സോടെ ഏൽപ്പിച്ചു കൊടുത്തു. കാരണം എല്ലാ പീഡനങ്ങൾക്കും അതിനെ അതിജീവിക്കാൻ തക്ക സ്വർഗരാജ്യ അനുഭവം, യേശു അനുഭവം, രക്ഷാകര അനുഭവം അവരിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. ഈശോയ്ക്ക് വേണ്ടിയാണ് ഒരു വ്യക്തി പീഡകൾ സഹിക്കുന്നത് എന്ന് എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും? എന്താണ് അവരുടെ പ്രത്യേകത? തങ്ങളെ പീഡിപ്പിക്കുന്നവരോട് അവർക്ക് പകയുണ്ടാവുകയില്ല. പീഡിപ്പിക്കുന്നവരെ ശത്രുവായി കണക്കാക്കുകയില്ല. പീഡിപ്പിക്കുന്നവരോട് അവർ ക്ഷമിക്കുന്നു, സ്നേഹിക്കുന്നു. പീഡിപ്പിക്കുന്നവർക്കായി അവർ പ്രാർത്ഥിക്കുന്നു. പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിക്കുന്നു. അവരുടെ രക്തം പീഡകരെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്നു. അവർക്ക് ലഭിച്ച സ്വർഗരാജ്യ അനുഭവം പീഡകർക്ക് ലഭിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. ഇതാണ് സുവിശേഷത്തെ പ്രതി പീഡകൾ സഹിക്കുന്നവരുടെ പ്രത്യേകത. അനേകം വിശുദ്ധരുടെയും സുവിശേഷ സത്യത്തിനു വേണ്ടി ജീവിക്കുന്നവരുടെയും വലിയ പ്രത്യേകത പീഡിപ്പിക്കുന്നവരോട് അവർക്ക് ശത്രുതയില്ല, സ്നേഹം മാത്രമാണ്. കാരണം നീതിക്ക് വേണ്ടി പീഡനമേൽക്കുമ്പോൾ ലഭിക്കുന്ന പ്രതിഫലമായിട്ടല്ല അവർ സ്വർഗരാജ്യത്തെ കാണുന്നത്. സ്വർഗരാജ്യം അവരുടെ ഉള്ളിൽ ഉള്ളതുകൊണ്ടാണ് അവർ പീഡനം സഹിക്കാൻ സന്നദ്ധരാകുന്നത്. സ്വർഗരാജ്യ അനുഭവമുള്ളവരെ ഒരു പീഡനത്തിനും തകർക്കാനാവില്ല.